ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ചിന്തിച്ചു വന്ന ഒരു വിഷയം യേശു കരഞ്ഞു എന്നുള്ളതാണ്. യേശു ക്രിസ്തു യെരൂശലേം നഗരത്തെ നോക്കി കരഞ്ഞു. യേശു കരഞ്ഞു. യെരൂശലേം നഗരത്തിൻ്റെ മേൽ വരാൻ പോകുന്ന ശിക്ഷാവിധി ഓർത്ത് യേശു കരഞ്ഞു. യെരൂശലേമിൽ വരുന്ന നാശത്തെ ഓർത്ത് കർത്താവ് കരഞ്ഞു. യെരൂശലേമിൽ ലഭിച്ചതായ നല്ല കാലം ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് അവരുടെ ദുസ്ഥിതി ഓർത്ത് കർത്താവ് കരഞ്ഞു. യെരൂശലേമിലുള്ളവർക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ വചനം ലഭിച്ചിട്ടും അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് കർത്താവ് അത് നോക്കി കരഞ്ഞു. യെരൂശലേമിനെ നോക്കി കരഞ്ഞു. യേശു കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ലാസറിൻ്റെ മരണശേഷം 4-ാം ദിവസം ലാസറിൻ്റെ ദുഃഖതപ്തമായ ഭവനത്തേക്ക് കർത്താവ് കടന്നു ചെന്ന് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുടെ അരികത്ത് നിന്ന് കർത്താവ് കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. കല്ലറയ്ക്കൽ പോയി കർത്താവ് നെടുവീർപ്പിട്ടു. കർത്താവ് കരഞ്ഞു ലാസറിൻ്റെ കല്ലറയ്ക്കൽ. തുടർന്ന് കർത്താവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു കരഞ്ഞു. പരീശന്മാരെയും ശാസ്ത്രികളെയും നോക്കി കരഞ്ഞു. കപടഭക്തികരായ ശാസ്ത്രികളും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാകഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ടങ്ങളുടെ പുറം എടുപ്പാക്കുന്നു, അകമയോ കവർച്ചയും തിന്മയും നിറഞ്ഞിരിക്കുന്നു കർത്താവ് പറഞ്ഞു. കവർച്ചയും അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു പറഞ്ഞു. പരീശന്മാരെയും ശാസ്ത്രികളെയും നോക്കി കർത്താവ് കരഞ്ഞു. പള്ളി പ്രമാണിമാരായ യെരൂശലേമിലെ ദേവാലയത്തിലെ പ്രധാനികളായ ജ്ഞാനികളും പണ്ഡിതന്മാരുമായ ശാസ്ത്രിമാരെ നോക്കിയും അവിടുത്തെ മതവൈരാഗ്യമുള്ള മതതീക്ഷ്ണതയുള്ള പരീശന്മാരെ നോക്കിയും കർത്താവ് കരഞ്ഞു. കപടഭക്തിക്കാരായ ശാസ്ത്രികളും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. വീണ്ടും കർത്താവ് കരഞ്ഞു. കർത്താവ് തൻ്റെ അത്ഭുതങ്ങൾ പ്രവൃത്തികൾ പലതും നടന്ന കഫർനഹൂമിനൊക്കെ കരഞ്ഞു. സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന കഫർനഹൂമേ, നീ പാതാളം വരെ താണുപോകുമെന്ന് പറഞ്ഞു. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിലോ പണ്ട് തന്നെ ഇരട്ടിലും വെണ്ണീറിലും അനുഭവിക്കുമായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ബേത്സയിദയെ നിനക്ക് ഹാകഷ്ടം, കോരസിനെ നിനക്ക് ഹാകഷ്ടം എന്ന് പറഞ്ഞ് ബേത്സയിദയെയും കോരസിനെയും നോക്കി കർത്താവ് കരഞ്ഞു. പട്ടണങ്ങളെ നോക്കി കർത്താവ് കരഞ്ഞു. ബേത്സയിദയിൽ വെച്ച് എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത്. കണ്ണുകുടന് കാഴ്ച ലഭിച്ചു. ബേത്സയിദയിൽ മലഞ്ചെരിവിൽ തടിച്ചുകൂടിയ 5000-ലേറെ ആളുകൾ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് ഭക്ഷണം കൊടുത്തു. എല്ലാവരും തൃപ്തരായി 12 വട്ടം ബാക്കിയെടുത്തു. അത്ഭുതങ്ങൾ നടന്ന ബേത്സയിദയെയും കോരസിനെയും നോക്കി കർത്താവ് കരഞ്ഞു. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ നോക്കി കരഞ്ഞു. ഞാൻ മക്കളില്ലാത്തനായി പോയല്ലോ എന്ന് കർത്താവ് കരഞ്ഞു. എൻ്റെ കൂടാരം അടിപ്പാൻ തിരശ്ശീല നിവർക്കുവാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് കർത്താവ് കരഞ്ഞു. ഇനി ആരുണ്ട് എനിക്ക് എൻ്റെ കൂടാരം നിവർത്താൻ, എൻ്റെ തിരശ്ശീല നിവർത്താൻ എനിക്ക് ആരുണ്ട്? എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞ് കർത്താവ് കരഞ്ഞു. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി, എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ് കർത്താവ് കരഞ്ഞു. യെരമ്യാ പ്രവചനം 10-ാം അധ്യായം 19-ാം വാക്യം. ഇന്ന് നാം കർത്താവ് ജനത്തെ നോക്കി കരയുന്ന മറ്റൊരു രംഗം നമുക്ക് വായിക്കാം. ജനത്തെ നോക്കി കരയുന്നു. യെശയ്യാ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ജനസമൂഹം കർത്താവ് അവരെ നോക്കി. കാളയ്ക്കാണെങ്കിൽ അതിൻ്റെ ഉടയവനെ തിരിച്ചറിയാം, കഴുതയ്ക്ക് അതിൻ്റെ യജമാനെ തിരിച്ചറിയാം. പക്ഷേ എൻ്റെ ജനത്തിന് നാഥനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആകാശമേ കേൾക്ക്, ഭൂമിയെ ചെവി തരിക. ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തി കരയുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള അതിൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല.
അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിസ്ഥിതി നിരസിച്ചു, പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. തലയിൽ ചിന്തകൾ, വിചാരങ്ങൾ മുഴുവൻ പാവമാണ്. ഹൃദയം രോഗം, ഹൃദയത്തിലെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, താല്പര്യങ്ങൾ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. ആ സകലം വ്രണം ബാധിച്ചിരിക്കുന്നു. ആ സകലം വ്രണം ബാധിച്ച അവസ്ഥയിൽ തലമുട്ട് അടിവരെയും കാൽപാദം വരെയും ആ സകലം വ്രണം ബാധിച്ചിരിക്കുന്നു, അടി തൊട്ട് മുടി വരെയും. ഇനി നിങ്ങൾ അടിച്ചിട്ട് പ്രയോജനമില്ല. ശിക്ഷിച്ചു, പക്ഷേ അതുകൊണ്ട് നിങ്ങൾ മാറുന്നില്ല, മാറ്റം വരുന്നില്ല. നിങ്ങൾക്ക് ചില ശാസനകൾ കിട്ടി, നിങ്ങൾ മാറുന്നില്ല. നിങ്ങൾക്ക് അനർത്ഥം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് അപകടം വന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ശാസിച്ചിട്ടെന്ത്? നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. ശിക്ഷിച്ചിട്ടെന്ത്? നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. ശാസിച്ചിട്ടും ശിക്ഷിച്ചിട്ടും നിങ്ങൾ പിന്നെയും പിന്നെയും പിന്മാറി പോകുന്നു. കർത്താവ് അതിൻ്റെ ജനത്തെ നോക്കി കരയുന്നു. ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് നിത്യനായ ദൈവം കരയുന്ന അത്യന്തം വേദനാകരമായ ചിത്രമാണ് യെശയ്യാവ് വരച്ച് കാണിച്ചു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ അവസ്ഥയാണത്. ആ സകലം വ്രണം ബാധിച്ച ഒരാളുടെ അവസ്ഥ എത്രയോ ഭയാനകമാണ്. അടി തൊട്ട് മുടി വരെ ആ സകലം വ്രണം ബാധിച്ചിരിക്കുന്നു. നാം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. പുറമേ നോക്കുമ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളില്ല. ആരോഗ്യമുണ്ട്, നല്ല വസ്ത്രധാരണമുണ്ട്, നല്ല ആഡംബരമുണ്ട്. എന്തിനാ കുറവ്? ഒന്നിനും കുറവില്ല. വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, നല്ല ചുറ്റുപാടുണ്ട്, നല്ല വീടുണ്ട്, നല്ല ഭാര്യയുണ്ട്, നല്ല ഭർത്താവുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കഷ്ടപ്പാടും ഞെരുക്കമുള്ള ലോകമാണെങ്കിൽ തന്നെയും എല്ലാം ഉണ്ട്, സുഖമയം കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ ആ സകലം വ്രണം ബാധിച്ചു എന്നുള്ള കാര്യം അറിയുന്നില്ല. ആത്മാവിൽ വ്രണം, ആത്മാവിൽ രോഗം. നിൻ്റെ മുറിവിന് ഇടുവാൻ മരുന്നും കുഴമ്പുമില്ല എന്ന് കർത്താവ് പറയുന്നു. യെരമ്യാവ് പറയുകയാണ്, നിൻ്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല. മരുന്നുമില്ല, കുഴമ്പുമില്ല. മുറിവിനിടാൻ പറ്റിയ കുഴമ്പ് കാണുന്നില്ല. കിട്ടിയതെല്ലാം നീ നഷ്ടപ്പെടുത്തി. ഗിലെയാദിൽ വൈദ്യനുണ്ട്, അവിടെ സ്വന്തം തൈലമുണ്ട്, പക്ഷേ നീ അത് സ്വീകരിക്കുന്നില്ല. ആ മരുന്ന് എടുക്കുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. ഗിലെയാദിൽ വൈദ്യനില്ലയോ? അവിടെ സ്വന്തം തൈലമില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത്? യെരമ്യാവ് ചോദിക്കുകയാണ്, എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് രോഗം വന്നിരിക്കുന്നു. അനേകരെ ശരീരത്തിൽ രോഗം ബാധിച്ചതുപോലെ ആത്മാവ് വ്രണപ്പെട്ടിരിക്കുന്നു. ആത്മാവ് വ്രണം ബാധിച്ചിരിക്കുന്നു. അശുദ്ധി ആത്മാവിൽ ബാധിച്ചിരിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ അശുദ്ധി കടന്നുകൂടിയിരിക്കുന്നു. അശുദ്ധമായ വികാരങ്ങൾ, മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ ചിന്തകൾ, എത്രയോ ഹീനമായ മോഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ പാപത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടായ്മയിൽ വരുന്നവരും അതിൽ മാറ്റമില്ല. വചനം കേൾക്കാത്ത കുഴപ്പമല്ല, വചനം കേൾക്കുന്നില്ലേ? ധാരാളം കേൾക്കുന്നുണ്ട്, വചനം നിർവടിയായി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭയവുമില്ല, ഒരു കൂസലുമില്ല. ദാവീദ് രാജാവ് ഒരിക്കൽ പറഞ്ഞു, നടുങ്ങുവീൻ, പാവം ചെയ്യാതിരിപ്പീൻ. ദാവീദ് ഓർത്തു, ജീവിതത്തിൽ വന്ന് തിരിച്ചടികൾ കണ്ടപ്പോൾ ദാവീദ് ഓർത്തു, എൻ്റെ കർത്താവേ, നടുങ്ങുവീൻ, പാവം ചെയ്യാതിരിപ്പീൻ. തിരിച്ചടികൾ വന്നു. പാവത്തിന് തിരിച്ചടികൾ ഏറ്റപ്പോൾ ദാവീദ് ഞെട്ടിപ്പോയി. ദാവീദിൻ്റെ ജീവിതത്തിലെ പാവങ്ങൾ തിരിച്ചടിയുണ്ടാക്കി. ദാവീദിന് സ്വസ്ഥത നശിച്ചു. എന്തു വേണ്ടു? ദാവീദ് തകർന്നു. നടുങ്ങുവീൻ, പാവം ചെയ്യാതിരിപ്പീൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പാവം ചെയ്തപ്പോൾ ആദ്യം പാവബോധമില്ലാതെ, കുറ്റബോധമില്ലാതെ ദാവീദിരുന്നു. അതിനുശേഷം നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിന് വചനം കൊടുത്തു. വചനത്തിൽ കൂടി കുറ്റബോധം നൽകി. ദാവീദിന് പാവബോധം നൽകി. ദാവീദിന് കരയാൻ തുടങ്ങി. പാപം ഗുരുതരമായിരുന്നു. ഏറ്റവും ഹീനമായ പാവമായിരുന്നു. ദാവീദ് ചെയ്ത പാവം ഭയാനകമായതുകൊണ്ട് ദൈവം അരുളി ചെയ്തു, നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് ഞാൻ അനർത്ഥം വരുത്തും. പാവം ക്ഷമിക്കും, പാവം ക്ഷമിച്ചു തരും, നിനക്ക് ദൈവരാജ്യം ലഭിക്കും. ശരി, പക്ഷേ നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പാവത്തിൻ്റെ ചില തിരിച്ചടികൾ നീ നേരിടേണ്ടി വരും. പാവത്തിൻ്റെ തിരിച്ചടികൾ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിൻ്റെ മകൻ നിൻ്റെ വീട്ടിൽ ശല്യമുണ്ടാക്കും. നിൻ്റെ വീട്ടിൽ ഒരു ബാധ പോലെ വന്ന് നിന്നെ ഉപദ്രവിക്കും. വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് ഉപദ്രവമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ഭയപ്പെടേണ്ട കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ നാം എല്ലാവരും ഭയപ്പെടേണ്ട കാര്യമാണ്. നിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് ഉപദ്രവമുണ്ടാകും. നിൻ്റെ മക്കൾ എന്നെ വിട്ടുപോകും. അവർ നിനക്ക് പ്രശ്നമുണ്ടാക്കും. നിൻ്റെ തലമുറകൾ നശിച്ചു പോകും. ദാവീദ് രാജാവ് ഞെട്ടലോടെ കേട്ടു. രാജാവ് സിംഹാസനത്തിൽ താഴെ ഇറങ്ങി മുട്ടിമേലിരുന്നു കൊണ്ട് ഏങ്ങലെടുത്ത് കരയാൻ തുടങ്ങി. എന്തെല്ലാമാണ് ആത്മാവ് കൽപ്പിച്ചത്. ആത്മാവിൻ്റെ വചനം എത്ര ഭയാനകമായിരുന്നു.
ഞാൻ പാപം ചെയ്തുകൊണ്ട് എൻ്റെ മക്കൾ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു, ഞാനും അതിന് പങ്കാളിയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. നീ ഭവനത്തിൽ, നിൻ്റെ കൊട്ടാരത്തിൽ തന്നെ നിനക്ക് അനർത്ഥം വരും. ഇവിടെ തന്നെ അശുദ്ധി സംഭവിക്കും. നീ വ്യഭിചാരം ചെയ്തുകൊണ്ട് ഈ കൊട്ടാരത്തിൽ തന്നെ വ്യഭിചാരം ഇനിയും നടക്കും. നീ കൊള്ളരുതായ്മ പ്രവർത്തിച്ചുകൊണ്ട് നീ കൊലപാതകം ചെയ്തുകൊണ്ട് ഈ ഭവനത്തിൽ തന്നെ കൊലപാതകം, ഈ ഭവനത്തിൽ തന്നെ, നിൻ്റെ ഭവനത്തിൽ തന്നെ കൊലപാതകം ഉണ്ടാകും. ദാവീദേ, നീ കൊലപാതകം ചെയ്തു, അത് നീ ചെയ്തതാണെന്ന് ആരും അറിഞ്ഞില്ല, പക്ഷേ നീ കൊലപാതകം ചെയ്തു, പക്ഷേ ദൈവം അറിഞ്ഞു. തിരിച്ചടി വരാൻ പോകുന്നു, ദൈവം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ തന്നെ നിനക്ക്, നിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വലിയ നാശം വരും, ഇവിടെ തന്നെ നിനക്ക് അനർത്ഥം വരും, ഇവിടെ തന്നെ കൊലപാതകം നടക്കും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഏങ്ങലെടുത്ത് കരയാൻ തുടങ്ങി, കർത്താവേ എൻ്റെ പാവം ക്ഷമിക്കണമേ. കർത്താവ് പാവം ക്ഷമിച്ചു കൊടുത്തു, പാവം മോചിച്ചു കൊടുത്തു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ദൈവം പറഞ്ഞ വാക്ക് മാറിയില്ല. ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വ്യഭിചാരം നടന്നു. അടുത്ത അധ്യായം ശമൂവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകം 13-ാം അധ്യായത്തിൽ വരുമ്പോഴേക്കും അവിടെ നാം കാണുന്നത് ദാവീദിൻ്റെ ഒരു മകനായ അമ്നോൻ ദാവീദിൻ്റെ മകളായ താമാരിനെ വ്യഭിചാരം ചെയ്തു. സഹോദരൻ സഹോദരിയെ വ്യഭിചാരം ചെയ്തു. തുടർന്നുള്ള അധ്യായങ്ങൾ കാണാം. ദാവീദിൻ്റെ മകനായ അമ്നോനെ അബ്ശാലോം അടിച്ചു കൊന്നു. അമ്നോൻ വ്യഭിചാരം ചെയ്ത അമ്നോനെ അബ്ശാലോം അടിച്ചു കൊന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അബ്ശാലോം കരുവേലകത്തിൽ തൂങ്ങിക്കിടന്നു. തലമുടി ധാരാളമുള്ളവനായിരുന്നു, നല്ല സുന്ദരനായിരുന്നു. അബ്ശാലോമിനെ സുന്ദരനായി വേറെ ആരും ഉണ്ടായിരുന്നില്ല. അത്രമാത്രം സുന്ദരനായ അബ്ശാലോമിൻ്റെ തലമുടി, അത് നീണ്ട തലമുടി, കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമ്പോൾ അങ്ങ് ആ തലമുടി പറന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ കരുവേലകത്തിൽ അത് പിടിച്ചു, കരുവേലകത്തിൽ തൂങ്ങിക്കിടന്നു. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ അബ്ശാലോം തൂങ്ങിക്കിടന്നു. യോവാബിൻ്റെ ആളുകൾ, സൈന്യനായകൻ വന്ന് ആ അബ്ശാലോമിനെ അടിച്ചു കൊന്നു. ദൈവത്തിന് സ്തോത്രം. അപകടങ്ങൾ വരികയാണ്. സഹോദരങ്ങളെ, വചനം ധാരാളം കേട്ടു, വചനം ധാരാളം ലഭിച്ചു. ദാവീദ് ഓർത്ത്, എൻ്റെ കർത്താവേ തെറ്റുപറ്റിപ്പോയല്ലോ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ദാവീദ് ഓർക്കുകയാണ്. അബ്ശാലോമിനെ ഭയന്ന്, സ്വന്തം മകനെ പേടിച്ച്, മകൻ്റെ പട്ടാള വിപ്ലവത്തിൽ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ച് ദാവീദ് ഓടിപ്പോവുകയായിരുന്നു. കാട്ടിൽ ഗുഹയിൽ കയറി കിടക്കുമ്പോൾ ദാവീദ് ഉറങ്ങാൻ നേരത്ത് ഓർത്തു, എൻ്റെ ദൈവമേ, പാപത്തിൻ്റെ ഭയാനകമായ തിരിച്ചടികൾ എത്ര വേദനാകരമാണ്. പാപത്തിൻ്റെ തിരിച്ചടികൾ. ദാവീദ് വെറുങ്ങലിച്ചു, ദാവീദ് വെപ്രാളപ്പെട്ടു. എൻ്റെ കർത്താവേ, പാവം ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. നടുങ്ങുവീൻ, സ്റ്റാൻഡ് നോ ആൻഡ് സിൻ നോട്ട്. നടുങ്ങുവീൻ, ഭയത്തോടും വിറയലോടും കൂടെ നിൽപ്പീൻ, പാപം ചെയ്യരുത്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ധാരാളം കേട്ട അനേകം ആളുകൾ ഇന്ന് ദൈവത്തെ വിട്ട് മാറിപ്പോയിരിക്കുന്നു. വചനം കേട്ടവരാണ്, പാപത്തിലേക്ക് വീണുപോയിരിക്കുന്നു. നാമും ഇവിടെ വന്ന് വചനം കേൾക്കുന്നുണ്ട്, ധാരാളം വചനം കേൾക്കുന്നുണ്ട്. വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ തിരിച്ചടികൾ വരുമെന്ന് പ്രത്യേകിച്ച് കരുതിക്കൊള്ളുക. ഭയാനകമായി തിരിച്ചടികളായിരിക്കും, പിന്നെ തിരുത്താൻ വയ്യാത്ത അനർത്ഥങ്ങളായിരിക്കും. ഇന്ന് നാം ഇതൊക്കെ എല്ലാം കേട്ടുവിട്ടു പോകുന്നു, കേൾക്കുന്നു, അങ്ങ് മാറിപ്പോകുന്നു. അപ്പോൾ ചിലപ്പോൾ ചലനം ഉണ്ടാകുന്നു, തീരുമാനമെടുക്കുന്നു, കൈവെക്കുന്നു, പക്ഷേ അത് നിലനിൽക്കുന്നില്ല. ഫലം അത് ഭയാനകമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. തിരിച്ചടികൾ നേരിടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യെശയ്യാവിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അടി തൊട്ട് മുടി വരെ സുഖമില്ല, ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. ഒരു ശരീരത്തിൽ മുറിവുണ്ട്, ചതവുണ്ട്, പഴുത്ത വ്രണമുണ്ട് എന്നതുപോലെ ആത്മാവിൽ വ്രണം ബാധിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാരെ, ഇത് കേൾക്കുമ്പോൾ നാം ദയവായി ചിന്തിക്കൂ, ഒന്ന് ആലോചിക്കൂ. എൻ്റെ കർത്താവേ, എൻ്റെ അവസ്ഥ എന്താണ്? ഇന്നും എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ വ്രണങ്ങളുണ്ടോ? പാപത്തിൻ്റെ മുറിവുകൾ എന്നെ ബാധിച്ചിട്ടുണ്ടോ? ദുഷ്ടപിശാച് എന്നെ മുറിവേൽപ്പിച്ച മുറിവുകളുടെ മേലിൽ നിന്നും നിൽക്കുന്നുണ്ടോ? പിശാചിൻ്റെ ആലോചനയ്ക്ക് വശമതനായി ഞാൻ ചെയ്തു പോയ പാപത്തിൻ്റെ തിരിച്ചടികൾ നേരിടുവാത്തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ പാപം എന്നെ പിന്തുടരുന്നുണ്ടോ? ഓർക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. ഇത് അറിയാവുന്ന പിതാക്കന്മാർ പാടി, കർത്താവേ, നീ എൻ്റെ ദുരിതം നോക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ അടി തൊട്ട് മുടി വരെ സുഖമില്ലാത്തവനായിരിക്കുന്നു, മുറിവും ചതവും പഴുത്ത് വ്രണമുള്ളവനായിരിക്കുന്നു. ഇതിന് ഇടുവാൻ കുഴമ്പ് കിട്ടുന്നില്ല. വൈദ്യന്മാരുടെ പക്കൽ ഞാൻ പലരുടെ അടുക്കൽ പോയി നോക്കിയെങ്കിലും അവരുടെ മരുന്ന് കൊണ്ടൊന്നും പ്രയോജനം കിട്ടുന്നില്ല. തീർത്ഥാടനം നടത്തി നോക്കി, അവിടെ കവടങ്ങളിൽ പോയി മെഴുതിരി എത്തിച്ച് നോക്കി, കുരിശുതൊട്ടിയിൽ മെഴുതിരി എത്തിച്ച് നോക്കി, ശനിയാഴ്ച കുർബാന ചൊല്ലിച്ചു നോക്കി, ആണ്ട് മുഴുവനും എല്ലാ ശനിയാഴ്ചയിലും കുർബാന ചൊല്ലാനുള്ള രൂപ നേരത്തെ കൊടുത്തു നോക്കി. പ്രിയപ്പെട്ടവരെ, അനേകർ ഇതുപോലുള്ള വഴിപാടുകളെല്ലാം കഴിക്കുന്നുണ്ട്, ഒന്നും തെറ്റല്ല. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം മാറുന്നില്ല, പാവത്തിൻ്റെ ശിക്ഷ മാറുന്നില്ല. പിതാക്കന്മാർ പാടി, എൻ്റെ കർത്താവേ,
ഇതാ എൻ്റെ ദുരിതങ്ങൾ ഏറിയിരിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വരികയാണ്. നല്ല വൈദ്യനായ യേശുവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വരികയാണ്. അനേകം വൈദ്യന്മാരെ ഞാൻ തേടി നടന്നു, പല ചികിത്സകൾ ഞാൻ ചെയ്തു നോക്കി. പക്ഷേ എൻ്റെ പാപം മാറുന്നില്ല, പാപത്തിൻ്റെ ശിക്ഷ മാറുന്നില്ല, പാപത്തിൻ്റെ തിരിച്ചടികൾ മാറുന്നില്ല. പാപത്തിൻ്റെ തിരിച്ചടികൾ. കർത്താവേ, ഞാൻ എന്തു വേണ്ടു? എനിക്ക് ആസകൽ രോഗം ബാധിച്ചിരിക്കുന്നു, വ്രണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വൈദ്യന്മാരുടെ പക്കൽ ഞാൻ പോയി നോക്കി, ചികിത്സകൾ ചെയ്തു നോക്കി, പക്ഷേ ഫലം കിട്ടുന്നില്ല. നല്ല വൈദ്യനായുള്ളവേ, ഞാനിതാ തിരുമുമ്പാകെ ഞാൻ വരുന്നു. കർത്താവേ, നിൻ്റെ തിരുവിലാവിനൊഴിയ തിരുരക്തത്താൽ എനിക്ക് പാപമോചനം തരണമേ. എൻ്റെ പാപത്തിൻ്റെ വ്രണങ്ങളെല്ലാം സൗഖ്യമാക്കി തരണമേ. പാപത്തിൻ്റെ മുറിവുകളെല്ലാം ഉണക്കി തരണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ സൗഖ്യമാക്കണമെന്നല്ല വൈദ്യനായുള്ളവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ തിരുമുൻപാകെ വരുന്നു. എന്നോട് നീ മനസ്സലിയണമേ. എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി പാപത്തിൻ്റെ കറകളും തിന്മകളും എല്ലാം എന്നിൽ ദൂരീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ തിരിച്ചടികൾ കർത്താവ് പ്രവാചകനിൽ കൂടി പറഞ്ഞു. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല. ഇന്ന് അവയ്ക്ക് ചികിത്സയൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ചികിത്സ ചെയ്യാൻ മാർഗമുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 18 മുതലായ വാക്യങ്ങൾ വായിക്കാം. യിരെമ്യാ 8:18 മുതൽ. അയ്യോ, എൻ്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, എൻ്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ മനസ്സ് വല്ലാതെ ഇരിക്കുന്നു. എൻ്റെ മനസ്സ് വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നു. കേട്ടോ, ദൂരദേശത്ത് നിന്ന് എൻ്റെ ജനത്തിൻ്റെ പുത്രി, സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ? സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ എന്ന് ജനത്തിൻ പുത്രി വിളിച്ചു ചോദിക്കുന്നു. അവളുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലവിളിക്കുന്നു. സിയോൻ പുത്രിയുടെ രാജാവ് യെരൂശലേമിൽ ഇല്ലയോ എന്ന് അവർ വിളിച്ചു ചോദിക്കുന്നു. അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശങ്ങളിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചതെന്തിന്? അവർ പാപം ചെയ്ത് എന്നെ കോപിപ്പിച്ചത് എന്തിന്? ഞാൻ സിയോനിൽ നിന്ന് മാറാൻ കാരണം അവർ പാപം ചെയ്ത് എന്നെ കോപിപ്പിച്ചു. എന്തിന് അവരങ്ങനെ ചെയ്തു? കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുകയാണ്. ഇസ്രായേൽ കന്യക, ഇന്ന് യെരൂശലേം പുത്രി, അവളുടെ പാപം കൊണ്ട്, എന്ന് വെച്ചാൽ യെരൂശലേം ജനത്തിൻ്റെ പാപം കൊണ്ട്, മനുഷ്യജാതിയുടെ പാപം കൊണ്ട് കർത്താവ് ദുഃഖിച്ച് നടക്കുന്നു. എൻ്റെ ജനത്തിൻ പുത്രിയുടെ പാപം, അവരുടെ മുറിവ് കൊണ്ട് ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. സ്തംഭിച്ചു പോയിരിക്കുന്നു. എനിക്ക് അനങ്ങാൻ വയ്യ. ഞാൻ സ്തംഭിച്ചു പോയി, തൂണുപോലെ ആയിരിക്കുന്നു. ഞാൻ സ്തംഭിച്ചു പോയിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? ഉണ്ടല്ലോ, ഗിലെയാദിൽ സൗന്ദര്യം ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? സൗന്ദര്യമുണ്ട്, മരുന്നുണ്ട്, വൈദ്യനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് രോഗശമനം വരുന്നില്ല? ഗിലെയാദിൽ വൈദ്യനില്ലയോ? ഗിലെയാദിൽ സൗന്ദര്യമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ ജനത്തിൻ പുത്രിക്ക് വന്നിരിക്കുന്ന നാശം കണ്ട് കരയേണ്ടതിന് എൻ്റെ തല മുഴുവനും വെള്ളവും എൻ്റെ കണ്ണ് മുഴുവൻ കണ്ണുനീരവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അയ്യോ, എൻ്റെ ജനത്തെ വിട്ട് പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. എല്ലാം ആലങ്കാരികമായി പറയുകയാണ്. അയ്യോ, ഞാൻ എങ്ങോട്ട് പോകും? എൻ്റെ ജനത്തിൻ പുത്രി എനിക്ക് കൂടാരം അടിച്ചില്ല. എൻ്റെ ജനത്തിൻ പുത്രിക്ക് എനിക്ക് തിരുനിവാസം ഒരുക്കിയില്ല. എൻ്റെ ജനത്തിൻ പുത്രിയായ ഇസ്രായേൽ കന്യക എനിക്ക് വേണ്ടി പാർപ്പിടം ഒരുക്കിയില്ല. എന്നെ അവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചില്ല. ഞാൻ വഴിയരികിലെ ഒരു സത്രത്തിൽ പോയി വിശ്രമിച്ചാലോ എന്ന് പറഞ്ഞാൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ, സ്വന്തം ഭവനമില്ലാത്ത വഴിയാത്രക്കാരനെ പോലെ ഞാൻ അലഞ്ഞിരിച്ചു പോയാൽ അയ്യോ, വേറെ എന്താണ് പോകാൻ വഴി? നിത്യനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധമായ ദുഃഖം ഈ വാക്കുകൾ കൂടെ അങ്ങനെ മാറ്റിക്കൊള്ളുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ. അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. അവർ സത്യത്തിനായിട്ടല്ല ദേശത്തെ വീര്യം കാണിക്കുന്നത്. അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു. ഓരോ തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ മനുഷ്യൻ പാപത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ഇതെല്ലാം അറിഞ്ഞിട്ടും പിന്നെയും പാപത്തിലേക്ക് പോകുന്നു. അറിയാത്തൊരു പാപത്തിലേക്ക് പോകുന്നുണ്ട്. അവർക്കൊരു വിഷയമല്ല. ദൈവമുണ്ടോ? ആർക്കറിയാം? സ്വർഗമുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്. നരകമുണ്ടോ? ആർക്കറിയാം? മരണശേഷം നിത്യതയുണ്ടോ? അതൊന്നും ഒരു ചിന്താ വിഷയമല്ല. ഈ ഭൂമിയിലെ ജീവിതം കഴിച്ചിട്ട് വേണ്ടി മരണശേഷം. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ദൈവത്തെ പരിഹസിച്ച് വചനത്തെ ധിക്കരിച്ച് വചനം പറയുന്നവരെ പരിഹസിച്ച് അങ്ങനെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. നാം അങ്ങനെയല്ലല്ലോ. നാം വചനത്തിലേക്ക് അടുത്ത് വന്നവരാണ്. നാം വചനം കേട്ടവരാണ്. വചനം കേൾക്കുന്നവരാണ്. വചനം കേൾപ്പിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശിക്ഷാവിധി വലുതാണ്. അധികം ലഭിച്ചവനോട് അധികം ആവശ്യപ്പെടും. അല്പം വാങ്ങിയവനോട് അല്പമേ ചോദിക്കുകയുള്ളൂ. അധികം വാങ്ങിയവനോട് അധികം ചോദിക്കും. നാം ധാരാളം കേട്ടവരാണ്. വചനം കേട്ടവരാണ്.
ജീവനുള്ള ദൈവം നമ്മെ നോക്കി കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ കരച്ചിൽ മാറ്റുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കരച്ചിൽ മാറ്റുവാൻ ഒന്നേ ഒന്ന് മാത്രം. കർത്താവേ, എൻ്റെ പാപം നീ പൊറുക്കണമേ. പാപം കണ്ടുപിടിക്കുക, പാപത്തെ ഓർത്ത് അനുദപിക്കുക, വേറൊന്നും വേണ്ട. എൻ്റെ കർത്താവേ, ഞാൻ സ്വർഗത്തിനും നിനക്കും വിരോധമായി ഞാൻ പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാലോത്തിനെ പോലെ ഞാൻ ആക്കണമേ. ഇത് ചെയ്യാനുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പ്രതിസന്ധി വരുത്താൻ നമുക്കൊന്നും സാധ്യമല്ല. നമുക്ക് പരിഹാരം വരുത്താൻ നിർവാഹമില്ല. പ്രായശ്ചിത്തം ചെയ്യാനും നിർവാഹമില്ല. ഒന്നും സാധ്യമല്ല. ഒന്നുകൊണ്ടും നമ്മുടെ പാപം മാറുകയില്ല. പാപം മാറാൻ കർത്താവായ യേശുവിൻ്റെ ആ തിരുവിലാൽ നൊഴിയത് രക്തം മാത്രം. നാഥ, എന്നോട് മനസ്സിലെയ്യണമേ. ഞാൻ എൻ്റെ പാപങ്ങൾ കണ്ടുപിടിക്കുന്ന പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. മേലിൽ പാപം വരികയില്ല ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. നാഥ, ഇന്ന് ഞാൻ തിരുമുമ്പാകെ ഞാൻ വന്ന് തിരുമുമ്പാകെ ഞാൻ വാക്ക് പറയുന്നു. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാപം പൊറുക്കണമേ. എന്നെ നീ സ്വീകരിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ കർത്താവേ, നാഥ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പല പാപങ്ങൾ ചെയ്തു പോയല്ലോ. കർത്താവേ, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാപം ചെയ്തുവല്ലോ. കർത്താവേ, ഞാനൊരു കൂസലില്ലാതെ പാപത്തിൽ ജീവിച്ചല്ലോ. എൻ്റെ ദൈവമേ, എനിക്ക് ഭയപ്പാടില്ലാതെ പാപത്തിൽ ജീവിച്ചല്ലോ. എന്നോട് നീ ക്ഷമിക്കണമേ, നീ എന്നോട് പൊറുക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ദൈവത്തോട് വാക്ക് പറയും. കർത്താവ്, ഇനിമേൽ പാപം ചെയ്യുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നൽകിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഈ പ്രിയമക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിൻ്റെ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ. നാഥ, അനുതാപത്തിൻ്റെ ആത്മാവ് ഈ മക്കൾ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശു ക്രിസ്തുവിനെ അറിയുവാനും ക്രൂസിൻ്റെ അർത്ഥം ഗ്രഹിപ്പാനും ക്രൂസിൽ സാക്ഷികളാകുവാനും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.